എന്താണ് സനാതനധർമ്മം? നാശമില്ലാത്തത് അല്ലെ? സനാതനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാശമില്ലാത്തത്. വളരെ അടിസ്ഥാനപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാനിവിടെ പറയുന്നുള്ളൂ. കാരണം നമുക്ക് സനാതനധർമ്മ വിശ്വാസികൾക്ക് അറിയാത്ത കാര്യങ്ങളാണ് സനാതനധർമ്മത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ മിക്കവാറും. ഒരു ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴ് ക്ഷേത്രത്തിന് കുറവില്ല, ഭക്തിക്ക് കുറവില്ല, ഭക്തന്മാർക്ക് കുറവില്ല, ഇതിനൊന്നും കുറവില്ല. പക്ഷെ എന്താണ് പ്രശ്നം? തൻ്റെ ധർമ്മത്തെക്കുറിച്ചുള്ള അറിവില്ല. ഇതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനമായിട്ടുള്ള പ്രശ്നം. പിന്നെ മറ്റൊരു വിഷയം, പരസ്പര ഐക്യമില്ല. അത് ഇവിടുത്തെ വിഷയമല്ല, അതുകൊണ്ട് ഇവിടെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല. പക്ഷെ ആദ്യത്തേത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്, അറിവില്ല എന്നുള്ളത്. അപ്പോൾ എന്നും നിലനിൽക്കുന്ന ധർമ്മം, ഒരിക്കലും നശിക്കാത്ത ധർമ്മം. അപ്പോൾ നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചത്തിൽ കാണുന്ന വസ്തുക്കളെല്ലാം നിങ്ങൾ നോക്കിക്കോളൂ. ഇതെല്ലാം ഉണ്ടാകുന്നു, നിലനിൽക്കുന്നു, നശിക്കുന്നു, അല്ലേ? ഈ കാണുന്ന വസ്തുക്കളെല്ലാം ഉണ്ടാകുന്നു, നിലനിൽക്കുന്നു, നശിക്കുന്നു. എന്നാൽ എന്താണോ സാർവലൗകികവും സാർവകാലികവുമായത്, എപ്പോഴും എപ്പോഴും നിലനിൽക്കുന്നത്, അത് ധർമ്മമാണ്. ധർമ്മമാണ് എന്നും നിലനിൽക്കുന്നത്. അതുകൊണ്ട് ധർമ്മം സനാതനമാണ്, നാശരഹിതമാണ്. അപ്പോൾ അത് ആരെങ്കിലും ഉണ്ടാക്കിയതല്ല. നമ്മുടെ ധർമ്മത്തിൻ്റെ പ്രത്യേകത എന്താ? നമുക്ക് അതിനൊരു പടച്ചവനില്ല, അതിനൊരു സ്രഷ്ടാവില്ല. അതുകൊണ്ട് തന്നെ അതിന് നാശവും ഇല്ല, അനാദിയാണ്. നമുക്കറിയാം ഈ ലോകത്തിൽ എത്രയോ മതങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എല്ലാം കാലഹരണപ്പെട്ട് പോയിട്ടുമുണ്ട്, അല്ലേ? എത്ര മതങ്ങൾ. അതെല്ലാം കാലഹരണപ്പെട്ടു പോയതിൻ്റെ കാരണം എന്താ? അതൊക്കെ മതങ്ങളാണ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതൊക്കെ മതങ്ങളായതുകൊണ്ടാണ്. ഹിന്ദു മതമല്ല. മതം എന്നുള്ള ശബ്ദത്തിൻ്റെ അർത്ഥം എന്താ? അഭിപ്രായം എന്നാണ് അർത്ഥം. അഭിപ്രായം എന്ന് പറയുമ്പോൾ തന്നെ അത് വ്യക്തമാണ്, അത് വ്യക്തി അധിഷ്ഠിതമാണ്, അല്ലേ? അഭിപ്രായം എന്ന് പറയുമ്പോൾ അത് വ്യക്തി അധിഷ്ഠിതമാണ്. പക്ഷെ ധർമ്മം അങ്ങനെയല്ല. അപ്പോൾ എത്രയോ സെമിറ്റിക് മതങ്ങൾ ഉത്ഭവിച്ചു, അതൊക്കെ നശിച്ചു പോവുകയും ചെയ്തു. പലതും നശിച്ചു. അപ്പോൾ ഏതൊക്കെ വ്യക്തികൾ ഏതൊക്കെയോ ദേശങ്ങളിൽ എന്തൊക്കെയോ അഭിപ്രായങ്ങൾ പറഞ്ഞു. ആ അഭിപ്രായങ്ങൾക്കൊക്കെ കുറേ പിന്തുണയ്ക്കാൻ ആൾക്കാരുണ്ടായി. അതുകൊണ്ട് അത് കുറേ കാലം നിലനിന്നു. അതൊക്കെ അതിൻ്റെ പാട്ടിന് നശിച്ചു പോവുകയും ചെയ്തു. എന്നാൽ നമ്മുടെ ധർമ്മം, സനാതനധർമ്മം, ഹിന്ദുധർമ്മം എന്ന് പറയുന്നില്ല. കാരണം ഹിന്ദുധർമ്മം എന്നൊക്കെ പിന്നീട് ഒരുപാട് കാലത്തിന് ശേഷം പിന്നീട് വന്ന പേരാണ്. ഹിംസാം ദൂഷയതി എന്നൊക്കെയുള്ള അർത്ഥത്തിൽ പിന്നീട് വന്ന പേരാ, വേദത്തിൽ നിർവചിക്കപ്പെട്ട പേരല്ല. അതുകൊണ്ട് നമുക്ക് സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ നാശരഹിതമായ, ദേശകാലാതീതമായ ശാശ്വത മൂല്യങ്ങൾ ഏത് ധർമ്മത്തിലാണോ ഏറ്റവും കൂടുതൽ പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നത്, ആ ശാശ്വത മൂല്യങ്ങളിലൂടെ ഏതൊരു ധർമ്മമാണോ എന്നും നിലനിൽക്കുന്നത്, അത് തന്നെയാണ് സനാതനധർമ്മം.
അപ്പോ ശാശ്വത മൂല്യങ്ങളുടെ അടിത്തറയിലായിരിക്കും എല്ലാ മതങ്ങളും തത്വചിന്താ പദ്ധതികളും ഒക്കെ നിലനിൽക്കുന്നു. അപ്പൊ ഈ ശാശ്വത മൂല്യങ്ങളുടെ എല്ലാം ആകെത്തുക, ആ ഒരു ആകെത്തുകയാണ് നമുക്ക് സനാതനധർമ്മം എന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും സനാതനധർമ്മത്തിന്റെ ജീവൻ ഏതാ? ശാശ്വത മൂല്യങ്ങളാണ്. അപ്പൊ ശാശ്വത മൂല്യങ്ങളില്ലെങ്കിൽ എന്തില്ല? സനാതനധർമ്മമേ ഇല്ല. അത്രയും പ്രാധാന്യമുണ്ട് നമ്മൾക്കിടെ ജീവിത മൂല്യങ്ങൾക്ക്, ശാശ്വത മൂല്യങ്ങൾക്ക്. അപ്പോ നാശരഹിതമായ ധർമ്മം, അല്ലേ? അത്രയും മനസ്സിലായില്ലേ? നാശരഹിതമായ ധർമ്മം. ഇനി അടുത്ത പദം ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താ? അല്ലേ, സനാതനം എന്നുള്ളതിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ? ഇനി ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താ? ധാരണാ ധർമ്മയിത്യാഹു ധർമ്മോ ധാരയത്തെ പ്രജാഹ. ധാരണാ ധർമ്മ, നമ്മളെ എല്ലാവരെയും യാതൊന്നാണോ നിലനിർത്തുന്നത്, ധരതി ധാരയതി എന്നൊക്കെ പറഞ്ഞാൽ എന്താർത്ഥം? നിലനിർത്തുന്നത്. അപ്പോ ധർമ്മം ധരിക്കുന്നത് വ്യത്യസ്ത ഗുണഘടനകളോടൊത്ത് നമ്മയൊക്കെ ഒന്നായിട്ട് ഒരേ സമൂഹമായിട്ട് ചേർത്തു നിർത്തുന്നത്. നമ്മളെല്ലാവരെയും ചേർത്ത് നിർത്തുന്നില്ലേ? അങ്ങനെ നമ്മളെല്ലാവരെയും ചേർത്തു നിർത്തി ധരിക്കുന്നത് യാതൊന്നാണോ, യാതൊരു മൂല്യങ്ങളാണോ, അങ്ങനെ നമ്മെ എല്ലാവരെയും ഒരുപോലെ ചേർത്തു നിർത്തുന്നതായ ജീവന മൂല്യങ്ങളുടെ എല്ലാം, അല്ലെങ്കിൽ പ്രാപഞ്ചിക നിയമങ്ങളുടെ, സകല പ്രപഞ്ചത്തെയും അടക്കി വാഴുന്ന പ്രാപഞ്ചിക മൂല്യങ്ങൾ, ആ പ്രാപഞ്ചിക നിയമങ്ങളുടെയൊക്കെ മൊത്തം നിയാമകമായിരിക്കുന്ന ധർമ്മം. അപ്പോ ധർമ്മമാണ് എന്നും നിലനിൽക്കുന്നത്. ഈ നിയമങ്ങളൊക്കെ ഇപ്പൊ വന്നതാ. അടുത്ത കാലത്താണ് നിയമവ്യവസ്ഥയൊക്കെ ഉണ്ടായത്. ന രാജ്യം ന ച രാജാസീത് ന ദണ്ഡ്യോ ന ച ദാണ്ഡിക. ഒരു കാലത്ത് രാജ്യവും രാജാവും ഉണ്ടായിരുന്നില്ല, ദണ്ഡ്യനും ദാണ്ഡികനും ഉണ്ടായിരുന്നില്ല, ശിക്ഷിക്കുന്നവനും ശിക്ഷിക്കപ്പെടുന്നവനും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു പോലീസും ഒരു ആഭ്യന്തര വകുപ്പും ഒരു കോടതിയും ഇല്ലാത്ത സമയത്തും ഈ ലോകം നിലനിന്നില്ലേ? ഉണ്ടോ ഇല്ലയോ? ഏതിൻ്റെ അടിസ്ഥാനത്തിലാ? ധർമ്മേണൈവ പ്രജാ സർവാഃ രക്ഷന്തി സ്മ പരസ്പരം. ന രാജ്യം ന ച രാജാസി ന ദണ്ഡ്യോ ന ച ദാണ്ഡികഃ ധർമ്മേണൈവ പ്രജാ സർവാഃ രക്ഷന്തി സ്മ പരസ്പരം. പരസ്പരം എല്ലാവരെയും രക്ഷിച്ചിരുന്നത് എന്തായിരുന്നു? ധർമ്മം മാത്രമായിരുന്നു. പോലീസല്ല, ആഭ്യന്തര വകുപ്പല്ല. അത് തന്നെയാണ് നമ്മുടെ സനാതന ധർമ്മത്തിന്റെ മഹിമയും. അപ്പോ ധർമ്മം, അപ്പൊ നമ്മൾ ആചരിക്കേണ്ടുന്നതായ മൂല്യങ്ങളുടെ ആകെത്തുക ധർമ്മം. അപ്പോ ആചാരപ്രഭവോ ധർമ്മ. ഭാഷ്യത്തിൽ തന്നെ തുടക്കത്തിൽ പറയുന്ന വാക്കാണ് ആചാരപ്രഭവോ ധർമ്മ. മഹാഭാരതത്തിലെ അനുശാസന പർവ്വത്തിൽ കാണാം ആചാരപ്രഭവോ ധർമ്മ ധർമ്മസ്യ പ്രഭുരച്യുതഃ എന്നൊക്കെ കാണാം. അപ്പോ എന്തെങ്കിലും ആചരിക്കുന്നത് ധർമ്മമല്ല, ശ്രദ്ധിക്കണം. എന്തെങ്കിലും ആചരിക്കുന്നു, കാരണം ആചാരപ്രഭവോ ധർമ്മ എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. അവ ആചരിക്കുന്നതൊക്കെ അല്ലേ ധർമ്മം? അല്ല. അവ ധർമ്മം
പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിനും വ്യക്തികളുടെ ഉന്നമനത്തിനും രണ്ടും പ്രധാനമാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിനും അതുപോലെ തന്നെ വ്യക്തികളുടെ ഉന്നമനത്തിനും ഹേതുവായ മൂല്യങ്ങളുടെ ആചരണം, അതാണ് ധർമാചരണം. അപ്പം നമ്മൾ കാലത്ത് മുതൽ രാത്രി വരെ എന്തെല്ലാം ചെയ്യുന്നു ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ആലോചിച്ച് നോക്കണം. എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് തൊട്ട് മുമ്പ്, ഉറങ്ങുന്നതിന് തൊട്ട് മുൻപ് കിടക്കയിൽ കിടന്നിട്ടോ ഇരുന്നിട്ടോ അല്പസമയം ഒന്ന് ആലോചിക്കുക. ഞാൻ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് ഈ 10:30 മണി വരെ ഞാൻ എന്തൊക്കെ ചെയ്തു? പ്രത്യഹം പ്രത്യവേക്ഷേത നരശ്ചരിതമാത്മനഃ കിം नु മേ പശുഭിസ്തുല്യം കിം नु സത്പുരുഷൈരിതി. പ്രത്യഹം പ്രത്യവേക്ഷേത. എന്താ മനസ്സിലായേ? എല്ലാ ദിവസവും നമ്മൾ ആലോചിക്കണം. പ്രത്യഹം എന്നാ പറഞ്ഞത്. മാസത്തിൽ ഒരു തവണയല്ല പറഞ്ഞത്. എല്ലാ ദിവസവും നമ്മൾ രാത്രി ചിന്തിക്കുക. എന്ന് ഞാൻ ഇന്ന് എന്തെല്ലാം ചെയ്തു? അത് വെറും നാൽക്കാലികൾക്ക് തുല്യമായിട്ടാണോ ഞാൻ ആചരിച്ചത്? കിം नु മേ പശുഭിസ്തുല്യം കിം नु സത്പുരുഷൈരിതി. ഞാനിന്ന് ആചരിച്ചത് വെറും നാൽക്കാലികളെ പോലെയാണോ ആചരിച്ചത്? അല്ല, സത്പുരുഷന്മാർ ആചരിക്കുന്ന ധർമ്മം ആചരിച്ചോ? ഇത് ഓരോ ദിവസവും ചിന്തിക്കണം എന്നാ പറഞ്ഞത്. മനസ്സിലായോ? നമ്മൾ ഇന്ന് കാലത്ത് മുതൽ രാത്രി വരെ എന്തൊക്കെ ചെയ്തു എന്ന് നമ്മൾ എല്ലാ ദിവസവും ആലോചിക്കുക. എന്നിട്ട് എന്ത് ചോദിക്കണം? ഞാൻ ഇന്ന് എന്തെല്ലാം ചെയ്തു? ചെയ്തതിൽ താൻ തനിക്ക് എന്നുള്ള സ്വാർത്ഥതയോട് കൂടിയിട്ട് എന്തൊക്കെ ചെയ്തു? അല്ലാതെ ലോക നന്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തോ? വെറും സ്വാർത്ഥതയല്ലാതെ എന്തെങ്കിലും ചെയ്തോ? ആഹാരനിദ്രാ ഭയമൈഥുനം ച സാമാന്യമേതത് പശുഭിർനരാണാം ധർമ്മോ ഹി തേഷാമധികോ വിശേഷഃ ധർമ്മേണ ഹീനാഃ പശുഭിഃ സമാനാഃ. എന്താ മനസ്സിലായേ? ആഹാരനിദ്രാഭയമൈഥുനം ച. ഉണ്ണുക, ഉറങ്ങുക, ഇണചേരുക, ഇതൊക്കെ ആർക്ക്? മനുഷ്യന്മാർക്കുണ്ട്, നാൽക്കാലികൾക്കും ഉണ്ട്. മൃഗങ്ങളും മനുഷ്യരും പൊതുവെ ചെയ്യുന്നതാണ് ഇത്. ഈ ഉണ്ടും ഉറങ്ങിയും ഇണചേർന്നും ജീവിക്കുക എന്ന് പറയുന്നത് അല്ലേ? അതിൽ നിന്നും വ്യത്യസ്തമായി എന്തെങ്കിലും നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ധർമ്മോഹി തേഷാം അധികോ വിശേഷ. അങ്ങനെ ലോകനന്മയെ ഉദ്ദേശിച്ചുകൊണ്ട് ലോകസംഗ്രഹമേവാപി സമ്പശ്യൻ കർത്തുമർഹസി എന്ന് ഗീതയിൽ പറഞ്ഞില്ലേ? അങ്ങനെ ലോകനന്മയെ ഉദ്ദേശിച്ചുകൊണ്ട് ഞാൻ എന്തെങ്കിലും ചെയ്തോ ഭഗവാനെ? ഇന്ന് രാവിലെ മുതൽ രാത്രി വരെ എത്ര ചെയ്തു? 10% ലോകത്തിന് വേണ്ടി ചെയ്തു, 90% എനിക്ക് വേണ്ടി ചെയ്തു. ഇതായിരിക്കും ചിലപ്പോൾ നമ്മൾ ആദ്യം നമുക്ക് തോന്നുന്നത്. നമ്മൾ തന്നെ സത്യസന്ധമായിട്ട് നമ്മളെ വിലയിരുത്തുക അല്ലേ? എപ്പോഴും നമ്മളെ വിലയിരുത്തുവാൻ ആരാണ് ഏറ്റവും യോഗ്യൻ? ഞാൻ തന്നെയാണ്. കാരണം എന്താ? എന്നെ നന്നാക്കണമെങ്കിൽ ആര് വിചാരിക്കണം? ഞാൻ വിചാരിക്കണം. ഒരു പ്രഭാഷണം കേട്ടിട്ട് ആരും നന്നായ ചരിത്രമൊന്നുമില്ല. അതെയല്ലേ? പ്രഭാഷണം കേട്ടിട്ട് നന്നായി ഒന്നും വിചാരിക്കണ്ട, നന്നാക്കാമെന്നുള്ള ദുരുദ്ദേശമൊന്നും ഇല്ലതാനും. അവരവരെ നന്നാകണമെങ്കിൽ ഉദ്ധരേത് ആത്മനാത്മാനം നാത്മാനം അവസാദയേ. ഗീതയിൽ പറഞ്ഞില്ലേ? ഭാഗവതത്തിലും ഉദ്ധവോപദേശത്തിലും ഏകാദശ സ്കന്ധത്തിലും ഇത് തന്നെ കാണാം. ഉദ്ധരേത് ആത്മനാത്മാനം. അവനവൻ തന്നെ വേണം അവനവനെ ഉദ്ധരിക്കാൻ. മനസ്സിലായോ? അതുകൊണ്ട് അവനവനെ ആര് വിലയിരുത്തണം? അവനവൻ തന്നെ വിലയിരുത്തണം.
ക്ലിയർ ആയില്ലേ? അപ്പോ പ്രത്യഹം പ്രത്യവേക്ഷേത നരശ്ചരിതമാത്മനഃ കിന്നുമേ പശുഭിസ്തുല്യം കിന്നു സത്പുരുഷൈരിതി. അപ്പൊ നമ്മൾ നന്നാവാൻ തുടങ്ങും. കുറേശ്ശെ നന്നാവും. 10-90 എന്നുള്ള റേഷ്യോ 20-80 ആവും, 30-70 ആവും, 40-60 ആവും, 50-50 ആവും. രക്ഷപ്പെട്ടു. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ പകുതിയും ലോക നന്മയ്ക്ക് വേണ്ടി. ആ തലത്തിലേക്ക് ഉയരണം. മനസ്സിലായോ? അപ്പൊ എന്താണ് ധർമ്മം? അപ്പോ മൂല്യാചരണങ്ങളിലൂടെ, സനാതന ശാശ്വത മൂല്യങ്ങളുടെ ആചരണങ്ങളിലൂടെ നമ്മൾ നമ്മയും നമ്മുടെ സമാജത്തെയും ഒന്നിച്ച് ഉയർത്തുന്നത് ധർമ്മം. വ്യക്തമായോ? അപ്പൊ സനാതനം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് മനസ്സിലായി. അടുത്തത് ധർമ്മം. അപ്പോ നമ്മുടെ ഈ ധർമ്മത്തിൻ്റെ അല്ലെങ്കിൽ ധർമ്മ ആചരണത്തിൻ്റെ അടിസ്ഥാനം ഏതാ? ആര് പറയുന്നത് ആചരിക്കണം എന്നാ പറഞ്ഞത്? വേദോഖിലോ ധർമ്മമൂലം. മനുസ്മൃതിയിൽ പറയുന്നു, വേദോഖിലോ ധർമ്മമൂലം സ്മൃതിശീലേ ച തദ്വിതാം ആചാരശ്ചൈവ സാധൂനാം ആത്മനസ്തുഷ്ടിരേവ ച. വേദോഖിലോ ധർമ്മമൂലം. അപ്പോ വേദമാണ് അഖിലധർമ്മത്തിനും മൂലം. അപ്പോ വേദത്തിലാണ് സർവധർമ്മങ്ങളും നിലകൊള്ളുന്നത്. മനസ്സിലായോ? ഇനി അടുത്ത ചോദ്യം, എന്താണ് വേദം? എന്താണ് വേദം? വിദുജ്ഞാനേ എന്ന ധാതു. അപ്പോൾ വിദുജ്ഞാനേ എന്നുള്ള ധാതുവിൽ നിന്ന് ഉണ്ടായ വേദം അല്ലെങ്കിൽ അറിവ്. അപ്പോ വിശേഷബുദ്ധിയോടൊത്ത മനുഷ്യന് പല 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 വൈവിധ്യമാർന്ന ഘടകങ്ങൾ, ആ വൈവിധ്യമാർന്ന ഘടകങ്ങളോടുകൂടി ഈ പ്രപഞ്ചം എന്നുമെന്നും ഒരു ചോദ്യചിഹ്നമാണ്. ഇതെങ്ങനെ ഉണ്ടായി? ഒരു നിശ്ചയമില്ല. എപ്പോഴും ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ലോകം എങ്ങനെ ഉണ്ടായി? എവിടുന്ന് ആവിർഭവിച്ചു? എവിടെയാണ് ഈ നിലകൊള്ളുന്നത്? ഈ പല പല ചോദ്യങ്ങൾ, ഈ ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരം ചിന്തിച്ചു. അപ്പോ മനസ്സിലായി എന്ത്? ഇതിനെല്ലാം നിയന്ത്രിക്കുന്ന ഒരു നിയാമക ശക്തി വേണം. വേണ്ടേ? ഇതിനെല്ലാറ്റിനെയും നിയന്ത്രിക്കുന്ന ഒരു നിയാമക ശക്തി. ആ നിയാമക ശക്തിയെ അന്വേഷിക്കാൻ തുടങ്ങി. എന്താണ് ഇതിൻ്റെ പിന്നില്? ഏത് ശക്തിയാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്? അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തെ ഇതുപോലെയൊക്കെ നിലനിർത്തുന്നത് ഏത് ശക്തിയാണ് എന്നിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. അപ്പോ താൻ എവിടെ നിന്നുണ്ടായി? തൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? താൻ ആത്യന്തികമായിട്ട് എത്തിച്ചേരേണ്ടത് എവിടെയാണ് എന്നും ആ മനുഷ്യൻ ചിന്തിക്കാൻ തുടങ്ങി. അപ്പൊ ആദ്യം പറഞ്ഞ ചോദ്യം എന്താണ്? ഈ പ്രപഞ്ചം എവിടെ നിന്നുണ്ടായി? എങ്ങനെ നിലനിൽക്കുന്നു? ഈ പ്രപഞ്ചത്തിലെ ഒരു ചെറിയ ഒരു കണിക മാത്രമായിട്ടുള്ള താൻ എവിടെ നിന്നുണ്ടായി? എന്താണ് തൻ്റെ ജീവിത ലക്ഷ്യം? അവസാനം എത്തിച്ചേരേണ്ടത് എവിടെയാണ്? എന്നിങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ വിശേഷബുദ്ധിയുള്ള ആ മനുഷ്യൻ്റെ ഉള്ളിലുണ്ടായി. അപ്പോ
ഈ അന്തശ്ചോദനയ്ക്ക് അല്ലെങ്കിൽ തൻ്റെ ഉള്ളിൽ ഉയർന്നതായിട്ടുള്ള ഈ കുറേ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുവാനുള്ള പരിശ്രമം മനുഷ്യൻ പണ്ടേ തുടങ്ങിയതാണ്. അങ്ങനെയുള്ള ആ അന്തശ്ചോദനയുടെയും അല്ലെങ്കിൽ പല ചോദ്യങ്ങളുടെയും ഉത്തരം അന്വേഷിച്ച് പരമമായ സത്യത്തെ കണ്ടെത്തി. അങ്ങനെ പരമമായ സത്യത്തെ കണ്ടെത്തിയവരുടെ പേരാണ് ഋഷിമാര്. ദർശനാത് ഋഷി. ഋഷി എന്നുള്ള പദത്തിന്റെ അർത്ഥം എന്താണ്? ദർശനാത് ഋഷി. അവര് കണ്ടെത്തി എന്ത്? പരമമായ സത്യത്തെ കണ്ടെത്തി. പരമമായ സത്യം എന്ന് പറഞ്ഞ അങ്ങനെ ഒരു സാധനമുണ്ടോ? സത്യം എന്ന് പറഞ്ഞാൽ ഒന്നല്ലേ ഉള്ളൂ. നീ സത്യം പറയൂ എന്ന് പറയുമ്പോ പല സത്യമുണ്ടോ? പല സത്യമുണ്ടോ പിന്നെ അതിനെ സത്യം എന്ന് പറയാൻ പറ്റുമോ? എന്താ? സത്യം 3 തരത്തില്: പ്രാതിഭാസിക സത്യം, വ്യാവഹാരിക സത്യം, പാരമാർത്ഥിക സത്യം. ചിലതൊക്കെ സത്യമാണെന്ന് തോന്നും, പക്ഷെ അത് മിഥ്യയാണ്, സത്യമല്ല. സത്യമിവ ഭാസത്തെ. 2, നമ്മുടെ വ്യാവഹാരിക ദിശയിൽ സത്യമാണ്. ഞാൻ പറയുന്നു, നിങ്ങൾ കേൾക്കുന്നു, ഇല്ലേ? ഞാൻ പറയുന്നില്ലേ, നിങ്ങൾ കേൾക്കുന്നില്ലേ? ഇവിടെ ഈ സാധന സാമഗ്രികളൊക്കെ കാണുന്നില്ലേ? ഉണ്ടോ ഇല്ലയോ? എന്നാൽ ഇതൊക്കെ ഉണ്ടോ? എന്താ ഇതൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉണ്ട് എന്ന് പറയുന്ന സമയം വരെയും പോലും ഇത് നിലനിൽക്കുമെന്ന് യാതൊരു ഉറപ്പും ഇല്ല. മനസ്സിലായില്ലേ? ഞാൻ ഉണ്ട് എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ ഇപ്പോ ഇല്ലാതാകും. അപ്പൊ അതിനെ നമുക്ക് സത്യം എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇതെല്ലാം എന്താണ്? വ്യാവഹാരിക ദശയിൽ സത്യമാണ്. എന്നാൽ പാരമാർത്ഥിക ദശയിൽ സത്യം ഒന്ന്. ഇതാണ് അവർ കണ്ടെത്തിയത്. ഇത് കണ്ടെത്തിയവരുടെ പേരാണെന്ത്? ഋഷിമാർ. ഭാഗവതത്തിൽ തുടക്കത്തിൽ പറയുന്നില്ലേ എന്ത്? സത്യം പരം ധീമഹി പറയുന്നില്ലേ? പരമമായ സത്യം. സത്യം എന്ന് പറഞ്ഞ അർത്ഥം സതോ ഭാവ സത്യം. സതഃ ഭാവ സത്യം. ഉണ്ട് എന്നുള്ള അവസ്ഥ, ഉണ്ട് എന്നുള്ള അവസ്ഥ ഒന്നിനേ ഉള്ളൂ. ബാക്കിയെല്ലാം ഉണ്ടായതാണ്. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ബാക്കിയെല്ലാം ഉണ്ടായതാണ്. ഉണ്ടായതെല്ലാം നശിക്കും. ജാതസ്യ ധ്രുവോ മൃത്യു ധ്രുവം ജന്മ മൃതസ്യ ച. ഉണ്ടായതെല്ലാം നശിക്കും. അപ്പൊ എന്നെന്നും നിലനിൽക്കുന്നത് ഒന്നേ ഉള്ളൂ, ആ ബ്രഹ്മം അല്ലെങ്കിൽ ആ പരമമായ ചൈതന്യം. അത് മാത്രമേ എന്നെന്നും നിലനിൽക്കുന്നുള്ളൂ. മറ്റൊക്കെ ആ പരമചൈതന്യം നിലനിൽക്കുന്നിടത്തോളം കാലം നിലനിൽക്കുന്നതാ. പറഞ്ഞു മനസ്സിലായില്ലേ? നമ്മുടെ ഉള്ളില് ആ ഈശ്വര ചൈതന്യം ഉണ്ടെങ്കിൽ നമ്മൾ നിലനിൽക്കുന്നു, ഇല്ലെങ്കിലോ ഇല്ല. പറഞ്ഞു മനസ്സിലായോ? അതാണ് സത്ത് എന്ന് പറയുന്നത്. അത് പോയാൽ സത്തുപോയി, സത്തുപോയി, ചത്തുപോയി. അതാണ് ചത്തുപോയി എന്ന് പറയുന്നത്. അതല്ലേ? ആര് പോയി? സത്ത്. സത്ത് എന്ന് പറഞ്ഞാൽ ഈശ്വരൻ, ഈശ്വര ചൈതന്യം. ആ ചൈതന്യം നമ്മുടെ ഉള്ളിൽ നിന്ന് പോയാൽ നമ്മൾ എന്ത് പറയും? ചത്തുപോയി എന്ന് പറയും. ചത്തുപോയി എന്നല്ല, ശരിക്കും സത്തുപോയി എന്നാണ്. തമിഴിൽ പറഞ്ഞാൽ കറക്റ്റാണ്. സത്ത് പോയാച്ച് അല്ലേ? തമിഴിൽ എന്താ പറയാ? സത്ത് പോയാച്ച്. അതാണ് ശരി. ആ സത്തിന്റെ ഭാവമാണെന്ത്? സത്യം. അത് പരമമാണ്.
അത് പരമമായ സത്യം, അത് പാരമാർത്ഥിക സത്യം. അത് മാത്രമേ എന്നെന്നും ഉള്ളൂ, എന്നെന്നും നിലനിൽക്കുന്നത് അത് മാത്രമേ ഉള്ളൂ. നത്ര സൂര്യോഭാതി ന ചന്ദ്രതാരകം നേമാ വിദ്യുതോ ഭാന്തി കുതോയമഗ്നി തമേവ ഭാന്തമനുഭാതി സർവം തസ്യ ഭാസാ സർവമിദം വിഭാതി. ഈ സൂര്യചന്ദ്രാദികളൊക്കെ പ്രകാശിക്കുന്നത് ആ പ്രകാശം ഏൽക്കുമ്പോഴാണ്, അല്ലെങ്കിൽ അതിനൊന്നും പ്രകാശമില്ല. തസ്യ ഭാസാ സർവമിദം വിഭാതി. അപ്പോ ആ ഒരു സത്യത്തെ അന്വേഷിച്ച് സത്യാന്വേഷണം എന്ന് പറയും. അപ്പൊ അങ്ങനെ ഋഷീശ്വരന്മാര് കണ്ടെത്തിയതാണ് അവര്. ആ ഋഷീശ്വരന്മാര് വേദശാസ്ത്രങ്ങളിലൂടെ ഉറക്കെ പ്രഖ്യാപിച്ചത്. അപ്പോ അവർ പറഞ്ഞു തന്നു എന്ത്? സത്യസാക്ഷാത്കാരമാണ് മനുഷ്യജന്മത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ്? ആ സത്യത്തെ സാക്ഷാത്കരിക്കുക. അതാണ് ജീവിത ലക്ഷ്യം. അങ്ങനെ അപാര കൃപാവാന്മാരായിരിക്കുന്ന ഋഷീശ്വരന്മാര് തങ്ങളെ സമീപിച്ചതായിട്ടുള്ള ജിജ്ഞാസുക്കൾ ആരൊക്കെയുണ്ടോ ആ ജിജ്ഞാസുക്കളിലൂടെ, ഇപ്പൊ നിങ്ങളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നു, നിങ്ങൾ ഇത്രയും പേര് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളിലുള്ളിലുള്ള ജിജ്ഞാസ കൊണ്ടാണ്. മനസ്സിലായില്ലേ? എന്തൊക്കെയോ ചില കാര്യങ്ങൾ അറിയണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. കാരണം ഇതൊരു ജ്ഞാനയജ്ഞമാണ്. ഗീതാഭാഷ്യ ശങ്കരഭാഷ്യ പാരായണവും ഒക്കെയാണ്. ഉത്സവം കാണാൻ വരുന്ന പോലെ വരുന്നവരല്ല ഇവിടെ. ഇവിടെ ഇത്രയും പേര് ഇവിടെ ഇപ്പൊ ഈ നിറഞ്ഞ സദസ്സുണ്ടെങ്കിൽ എന്തിനു വന്നവരാ? ആ ജിജ്ഞാസയോടെ വന്നവരാ. എന്തെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ അറിയണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി വന്നവരാ. അപ്പോൾ അങ്ങനെ ആ ഋഷീശ്വരന്മാര്, കൃപാലുക്കളായിട്ടുള്ള ആ ഋഷീശ്വരന്മാര് അവരെ സമീപിച്ച ജിജ്ഞാസുക്കളിലൂടെ സർവ്വലോകത്തിനും വേണ്ടി അവർ കണ്ടെത്തിയ സത്യത്തെ ഉപദേശിച്ചു. ആര്? ആ ഋഷീശ്വരന്മാർ. അങ്ങനെ ലോകത്തിന് വേണ്ടിയിട്ട് അവർ ഉപദേശിച്ചു. ആ ഋഷിമാര് കണ്ടെത്തിയ അറിവിൻ്റെ രാശി, അതിന് പറയുന്ന പേര് വേദം. മനസ്സിലായോ പറഞ്ഞത്? ആ ഋഷീശ്വരന്മാര് അവരെന്താണോ കണ്ടെത്തിയത്, എന്നിട്ട് തന്നെ സമീപിച്ച ജിജ്ഞാസുക്കൾക്ക് പകർന്നു കൊടുത്ത ആ അറിവിൻ്റെ രാശിയാണ് എന്ത്? വേദം. അതുകൊണ്ട് വേദങ്ങള് ഒരു ഋഷിയും രചിച്ചതല്ല. മനസ്സിലാക്കണം, ഋഷിമാര് രചിച്ചതല്ല വേദം. വേദം രചിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ ഉത്തരവുണ്ടോ? ഇപ്പൊ പറയും വേദവ്യാസം എന്ന് പറയും. അല്ല, ഒരിക്കലും വേദങ്ങളെ രചിച്ച ആള് വേദവ്യാസനല്ല. വേദങ്ങളെ വ്യസിച്ച ആളാണ് വേദവ്യാസൻ. മനസ്സിലായില്ലേ? അതിനു മുൻപ് തന്നെ എന്തുണ്ട്? വേദങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് ഒന്നായിട്ട് ഇങ്ങനെ കിടക്കുകയായിരുന്നു, ഒരു ജ്ഞാനരാശിയായിട്ട് കിടക്കുകയായിരുന്നു. അതിനെ വിഷയങ്ങൾക്കനുസരിച്ച് ക്രമീകരിച്ച് തന്നു നമുക്ക്. മനസ്സിലായില്ലേ? അതിനെ ഋക്, യജു, സാമ, അഥർവം എന്നിങ്ങനെ ചിട്ടപ്പെടുത്തി തന്ന ആളാണ് ആര്? വ്യാസൻ. അതുകൊണ്ട് വേദകർത്താവല്ല. വ്യക്തമായിട്ട് മനസ്സിലാക്കണം, വേദകർത്താവല്ല. അപ്പോ സത്യത്തെ, അനാദിയായ സത്യത്തെ അനാവരണം ചെയ്ത് ദർശിച്ചവരാണ് ആര്? ഋഷീശ്വരന്മാർ. അതുകൊണ്ട് വേദത്തെ ദർശിച്ചവരാണ് ഋഷീശ്വരന്മാര്, വേദത്തെ രചിച്ചവരല്ല. വ്യക്തമായോ ഇല്ലയോ? അപ്പോ അവർ ദർശിച്ച സത്യങ്ങളെ അവർ നമുക്ക് ഉപദേശിച്ചു തന്നു. അതിന് വേദവ്യാസൻ എന്ത് ചെയ്തു? ചിട്ടപ്പെടുത്തി ക്രമീകരിച്ച്
നമ്മുടെ കയ്യിലേക്ക് തന്നു. അപ്പോ വേദം, ആ വേദം എന്ന ശബ്ദത്തിന് പല അർത്ഥങ്ങൾ ഉണ്ട്. വിത് ധാതുവിൽ നിന്ന് നിഷ്പന്നമാണ്. ജ്ഞാനം, ലാഭം, വിചാരണം, അതുപോലെ തന്നെ സത്ത, ഇങ്ങനെ പല അർത്ഥങ്ങളെ ദ്യോതിപ്പിക്കുന്നതാണ് ആ വിത് ധാതു. അപ്പോൾ വേദശബ്ദത്തിന് ജ്ഞാനം, പരമമായ ലാഭത്ത് നൽകുന്നത്, വിചാരണത്തിലൂടെ ലഭിക്കുന്നത്, അസ്തിത്വത്തെ കുറിക്കുന്നത് എന്നൊക്കെ വേദശബ്ദത്തിന് അർത്ഥമുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് മനസ്സിലാക്കി കഴിഞ്ഞാൽ യാതൊരു ജ്ഞാനമാണോ അറിവാണോ പരമമായ ലാഭത്തെ, അല്ലെ, പരമമായ ലാഭം ഏതാ? പരമമായ ലാഭം ഏതാ? മോക്ഷം, അല്ലേ? ഭാഗവതത്തില് വ്യക്തമായിട്ട് പറഞ്ഞു, ജന്മലാഭ പരഃ പുംസാം അന്തേ നാരായണ സ്മൃതി. ദ്വിതീയ സ്കന്ധത്തിൽ ആദ്യത്തെ അധ്യായത്തിൽ തന്നെ പറഞ്ഞു, ആത്യന്തികമായിട്ടുള്ള ലാഭം എന്ന് പറയുന്നത് ഏതാ? മോക്ഷമാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ പരമലാഭമായ മോക്ഷത്തെ കുറിക്കുന്നത് യാതൊരു ജ്ഞാനമാണോ, യാതൊന്ന് ആചാര്യന്മാരെ നമ്മൾ സമീപിച്ച് ചെയ്യുന്ന വിചാരണയിലൂടെ, അല്ലേ? ആചാര്യന്മാരെ സമീപിച്ചിട്ട് നമ്മൾ പരസ്പരം വിചാരവിനിമയം ചെയ്യില്ലേ? ആ വിചാര വിനിമയങ്ങളിലൂടെ യാതൊന്ന് ലഭിക്കുന്നുവോ, യാതൊന്ന് പരമമായ അസ്തിത്വത്തെ കുറിച്ചുള്ളതാണോ, ആ അറിവിന് എന്ത് പേര്? വേദം എന്ന് പേര്. മനസ്സിലായോ? ഗീതയിലേക്കാണ് വരുന്നത്, ഭഗവത്ഗീതയിലേക്കാണ് വരുന്നത്. ഭഗവത്ഗീതയിലേക്ക് വരുന്നതിൻ്റെ ആമുഖമാണ് ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ വളരെ ബേസിക് ആയിട്ട് നമ്മൾ അറിയേണ്ട കാര്യങ്ങളാണ്. ഭഗവത്ഗീതയിലേക്ക് എത്താം. അപ്പൊ എവിടെ എത്തി നമ്മളിപ്പോ? വേദം. അപ്പൊ സനാതനം എന്ന് പറഞ്ഞു, സനാതനമായിട്ടുള്ള ധർമ്മം എന്ന് പറഞ്ഞു. ആ ധർമ്മത്തെക്കുറിച്ച് പറയുമ്പോൾ ആചാര പ്രഭവോ ധർമ്മ എന്ന് പറഞ്ഞു. ആ ധർമ്മങ്ങളിലേക്ക് മൂലമേതാ? വേദോഖിലോ ധർമ്മമൂലം. ക്രമത്തിലാണ് വരുന്നത്. അപ്പോ ആ ധർമ്മങ്ങളുടെ എല്ലാം മൂലമേതാണ്? വേദമാണ്. ആ വേദം എന്നാൽ എന്താണ് എന്ന് അവിടെ പറഞ്ഞു വെച്ചു. അപ്പോ ശരിക്ക് വേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അറിവിനാണ് വേദം എന്ന് പേര്. മനസ്സിലായില്ലേ? നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ആ അറിവെല്ലാം കൂടി, ആ അറിവിനെ പ്രതിപാദിക്കപ്പെട്ട, അല്ലെങ്കിൽ അറിവുകളെല്ലാം പ്രതിപാദിക്കപ്പെട്ട ഗ്രന്ഥരാശിക്ക് നമ്മൾ എന്ത് പേര് പറയുന്നു? വേദം എന്ന് പറയും. അത്രേ ഉള്ളൂ. അപ്പോ അറിവാണ് ആചരണത്തിന്റെ മൂലം. അതുകൊണ്ട് തന്നെ ഈ വേദം സാർവത്രികമായിട്ട് പ്രചരിച്ചാൽ മാത്രമേ ശരിക്കും ആ ധർമ്മവ്യവസ്ഥയുടെ സുഗമമായിട്ടുള്ള ഗതി സാധ്യമാവൂ. അപ്പൊ ധർമ്മവ്യവസ്ഥയുടെ സുഗമമായിട്ടുള്ള നിലനിൽപ്പിന് വേദപ്രചരണം വളരെ വളരെ അനിവാര്യമാണ്. അപ്പോൾ മുഖ്യമായിട്ടുള്ള എന്താണ് ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്നും അതിനുള്ള മാർഗം എന്താണെന്നും അറിയണം. അങ്ങനെ എന്താണ് ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്നും ആ ലക്ഷ്യത്തിലേക്ക് എത്തുവാനുള്ള മാർഗം എന്താണ് എന്നുമുള്ള അറിവ്, ആ അറിവിൻ്റെ അല്ലെങ്കിൽ ആ അറിവിനെ പ്രതിപാദിക്കുന്ന ആ അറിവിനെ പ്രതിപാദിക്കുന്ന ഗ്രന്ഥരാശിയെയും നമ്മൾ എന്ത് പറയുന്നു? വേദം എന്ന് പറയും. മനസ്സിലായോ? അറിവിനും വേദം എന്ന് പറയും. അറിവിനെ പ്രതിപാദിക്കുന്ന ഗ്രന്ഥ രാശിക്കും എന്ത് പേര്? വേദം എന്ന് പേര്. അപ്പോ പ്രധാനമായിട്ടും ശരിക്കും ആചാര്യന്മാര് ശിഷ്യന്മാർക്ക്, ഉത്തമ ശിഷ്യന്മാർക്ക് ഉപദേശിക്കുന്ന രീതിയിലാണ് മിക്കവാറും വേദങ്ങളിലുള്ള എല്ലാ കാര്യങ്ങളും പ്രതിപാദിച്ചിട്ടുള്ളത്. പക്ഷേ വേദത്തിൻ്റെ താല്പര്യം നിർണയിക്കുക അല്ലെങ്കിൽ താല്പര്യം അറിയുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഭാഷ നമുക്കത്ര സുഗ്രാഹ്യമല്ല. വേദം അറിയണമെങ്കിൽ ശിക്ഷാകൽപ്പം, നിരുക്തം, വ്യാകരണം, ജ്യോതിഷം, ഛന്ദസ്, ഈ 6 വേദാംഗങ്ങൾ അറിഞ്ഞിട്ട് വേണം ഏത് മനസ്സിലാക്കാൻ? വേദങ്ങൾ മനസ്സിലാക്കാൻ.
കാരണം വേദം ഉച്ചരിക്കേണ്ടത് എങ്ങനെയാണ് എന്നറിയണമെങ്കിൽ ശിക്ഷ പഠിക്കണം. വേദത്തിൽ പറഞ്ഞിരിക്കുന്ന പദങ്ങളുടെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ നിരുക്തം പഠിക്കണം. അപ്പോ ഈ ഒരു പ്രയാസത്തെ തരണം ചെയ്യാൻ എന്താ വഴി? അപ്പൊ അതിന് പൂർവാചാര്യന്മാരുള്ള ഋഷീശ്വരന്മാർ ഒരു വഴി കണ്ടെത്തി. എന്താണത്? ഇതിഹാസ പുരാണാഭ്യാം വേദം സമുപബൃംഹയേ. ഈ വേദത്തിൽ പറഞ്ഞിരിക്കുന്ന അതേ ആശയങ്ങള്, തത്വങ്ങള് എല്ലാം മനസ്സിലാക്കാൻ നമുക്ക് ഏത് മതി? ഇതിഹാസ പുരാണങ്ങൾ മതി. അപ്പൊ വേദങ്ങളെ മനസ്സിലാക്കാനുള്ള ആ പ്രയാസം തീർന്നു. ഏതിലൂടെ? ഇതിഹാസ പുരാണങ്ങളിലൂടെ. അപ്പോ ഇതിഹാസ പുരാണാഭ്യം വേദം സമുപബൃംഹയേത് ബിഭേത്യൽപശ്രുതാദ്വേദോയം മാം പ്രഹരിഷ്യതി എന്ന് മഹാഭാരതത്തിൽ പറയും. അപ്പോ ഇതിഹാസ പുരാണങ്ങളെ കൊണ്ട് വേദത്തെ നല്ല പോലെ വിശദീകരിക്കൂ. എന്തുകൊണ്ട്? അല്പശ്രുതനിൽ നിന്നും ഇവൻ എന്നെ പ്രഹരിക്കും എന്ന് വേദം ഭയപ്പെടുന്നു. വിഭേതി എന്നാ പറഞ്ഞത്. അപ്പോ വൈദിക ഋഷി സാരസംഗ്രഹമായിട്ട് പറഞ്ഞ ആശയങ്ങള് നമുക്ക് കഥകളിലൂടെ, ജീവചരിത്ര മാതൃകകളിലൂടെ ഒക്കെ നമുക്ക് പറഞ്ഞു തരികയാണ്. അതാണത് ഇതിഹാസം. ഇതിഹാസം എന്ന് പറഞ്ഞ അർത്ഥം ഇതി ഇഹ ആസി, ഇവിടെ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് ഇതിഹാസം. അപ്പോ ജീവചരിത്ര മാതൃകകളിലൂടെ, ഇതിഹാസങ്ങളിലും കഥകളുടെ സഹായത്തോടു കൂടിയിട്ട് പുരാണങ്ങളിലും ഇതേ ഈ തത്വമാണ്, ആശയങ്ങളാണ് പ്രതിപാദിച്ചിരിക്കുന്നത്, വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോ ഇതിഹാസ പുരാണ ഗ്രന്ഥങ്ങളുടെ ഉപദേശ രീതി എന്താ? വേദങ്ങളെ പോലെ ദുർഗ്രഹങ്ങളല്ല. വേദങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ പ്രയാസമാണ്. പക്ഷെ ഇതിഹാസ പുരാണങ്ങൾ മനസ്സിലാക്കാൻ ഒരു പ്രയാസമില്ല. കാരണം അതിൽ കഥകളാണ്, ജീവചരിത്രങ്ങളാണ്. അങ്ങനെ കഥകളിലൂടെ, ജീവചരിത്രങ്ങളിലൂടെ മഹാത്മാക്കളുടെ ജീവചരിത്രത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട്, അല്ലേ? ഇപ്പൊ രാമന്റെ ചരിതം, ആ രാമന്റെ ചരിത്രത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ജീവിത മൂല്യങ്ങളെല്ലാം പകർന്നു തരുന്നു രാമായണം. രാമായണം എന്നുള്ളത് ആദി കാവ്യവുമാണ്, ഇതിഹാസവുമാണ്. അതുകൊണ്ട് നമ്മൾ രാമായണത്തെ എന്താ പറയാ? രാമായണത്തെ ഇതിഹാസ കാവ്യം എന്ന് പറയും. രാമായണത്തെ എന്താ പറയാ? ഇതിഹാസ കാവ്യം. അതേപോലെ വേദ ഉപദേശങ്ങളെ വളരെ ഹൃദയസ്പൃക്കായിട്ട് ജീവചരിത്രങ്ങളിലൂടെയൊക്കെ നമുക്ക് വർണ്ണിച്ചു തരും. അതുപോലെ തന്നെ ആ ആഖ്യാനങ്ങളിലൊക്കെ ഉപദേശ രൂപത്തില് അല്ലെങ്കിൽ സ്തുതിയുടെ രൂപത്തില് ഒക്കെയാണ് വേദതത്വങ്ങൾ ഉണ്ടാവുക. ഭാഗവതത്തിലെ സ്തുതികൾ നോക്കിക്കോളൂ നിങ്ങൾ. വേദത്തിൽ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ആ വേദ ഉപദേശങ്ങളുടെയൊക്കെ സാരസംഗ്രഹമാണ് ഭാഗവതത്തിൽ കാണുന്ന സ്തുതികൾ. ധ്രുവന്റെ സ്തുതി എടുത്ത് നോക്കിക്കോളൂ. വേണ്ട, നമ്മുടെ ഗജേന്ദ്രന്റെ സ്തുതി നോക്കൂ. ഗജേന്ദ്രന്റെ സ്തുതിയൊക്കെ ശരിക്കും ആ വേദതത്വം തന്നെയാണ് പ്രതിപാദിക്കപ്പെടുന്നത്. മനസ്സിലായില്ലേ? അപ്പോ സ്തുതിയുടെ രൂപത്തിലോ ഒക്കെ വേദ താല്പര്യത്തെയും വൈദിക ഉപദേശങ്ങളെയൊക്കെ സംഗ്രഹിച്ച് ഉപദേശിച്ചു. അപ്പോൾ യാതൊരു ആശയത്തെയാണോ വിപുലമായിട്ട് ഉപദേശിക്കുന്നത്, അതൊക്കെ സാരസംഗ്രഹമായിട്ട് ആര് നമുക്ക് പറഞ്ഞു തന്നു? ഇതിഹാസ പുരാണ കർത്താക്കൾ നമുക്ക് പറഞ്ഞു തന്നു. അങ്ങനെ 18 പുരാണങ്ങളും 18 ഉപപുരാണങ്ങളും ആര് തന്നു? മഹർഷി വര്യന്മാര് നമുക്ക് പകർന്നു തന്നു. അപ്പോ ഇങ്ങനെയുള്ള ഒരു ഉപദേശ ഭാഗമാണ് മഹാഭാരതത്തില് ഉൾപ്പെട്ടിട്ടുള്ള ഭഗവത്ഗീത. വ്യക്തമായോ?
അപ്പോൾ വേദത്തിലെ അത്യന്തം ദുർഗ്രഹമായിരിക്കുന്ന തത്വങ്ങളെയും വളരെ എളുപ്പത്തിൽ ഉപദേശരൂപത്തിൽ മഹർഷി വര്യന്മാര് ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും ഒക്കെ ഉൾപ്പെടുത്തി നമുക്ക് പറഞ്ഞു തന്നു. അപ്പോൾ നമുക്ക് വളരെ എളുപ്പമായി. അങ്ങനെയുള്ള ഗീതകൾ ഒരുപാടുണ്ട്. ഭഗവത്ഗീത മാത്രമല്ല, ഭാഗവതത്തിലെ ഉദ്ധവഗീത, ഭിക്ഷുഗീത, എത്ര ഗീതകളുണ്ട്, ഐളഗീത, ഇങ്ങനെ പല 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 ഗീതകളുണ്ട്. അപ്പോ വേദവ്യാഖ്യാനാർത്ഥം രചിക്കപ്പെട്ട ഇതിഹാസ പുരാണങ്ങളിൽ ഏറ്റവും മുഖ്യതമമായതാണ് മഹാഭാരതം, അല്ലേ? മഹാഭാരതമാണ് ഏറ്റവും പ്രധാനം. മഹത്വാത് ഭാരവത്വാച്ച മഹാഭാരതമുച്യതേ. മഹത്വം കൊണ്ടും ഭാരവത്വം കൊണ്ടും മഹാഭാരതം അത്യന്ത മഹത്തരമാണ്, അത്യന്ത ബൃഹത്തരമാണ്. 1.25 ലക്ഷത്തോളം ശ്ലോകങ്ങൾ വായിച്ചു തീർക്കാൻ തന്നെ കാലങ്ങൾ എടുക്കും. അങ്ങനെയുള്ള മഹാഭാരതം, ആ മഹാഭാരതം എന്ന ഇതിഹാസത്തിലെ ഒരു ഭാഗമാണ് ഭഗവത്ഗീത. അപ്പൊ വേദത്തെ പല പ്രകാരത്തിൽ വിസ്തരിച്ച് ഉപദേശിക്കുന്നതിൻ്റെ സാരസംഗ്രഹമായിട്ട് സമ്പൂർണ്ണ വേദത്തെയും ഉപദേശിക്കുന്ന ഭാഗമാണ് ഭഗവത്ഗീത. ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനന് ഉപദേശിക്കുന്ന രൂപത്തിൽ നമുക്ക് തന്നതാണ്. അത് അർജുനന് കൊടുത്ത ഉപദേശമൊന്നുമല്ല, അത് ആർക്കുള്ളതാ? അത് നമുക്കുള്ളതാണ്. അപ്പോൾ അർജുനനെ നിമിത്തമാക്കിക്കൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ നമുക്ക് നൽകിയ ഉപദേശമാണ്, ഉപദേശരത്നമാണ് മഹാഭാരതത്തിലെ 6ാമത്തെ പർവമായ ഭീഷ്മപർവം. ആ 6ാമത്തെ പർവമായ ഭീഷ്മപർവത്തിലെ 25 മുതൽ 42 വരെയുള്ള 18 അധ്യായങ്ങളിലായിട്ട് 25 മുതൽ 42 വരെ, അങ്ങനെ ആ 18 അധ്യായങ്ങളിലായിട്ട് നിബന്ധിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് സമസ്ത വേദ സാര സംഗ്രഹം എന്ന് നമുക്ക് പറയാം. സമസ്ത വേദ സാര സംഗ്രഹമാണ് ഏത്? ഈ മഹാഭാരതത്തിലെ ഭീഷ്മപർവത്തിലുള്ള ഭഗവത്ഗീത. അങ്ങനെ 700 ശ്ലോകങ്ങളെ കൊണ്ട് വ്യാസഭഗവാൻ ആ വേദത്തിന്റെ സാരത്തെ മുഴുവൻ നമുക്ക് പറഞ്ഞു തന്നു. ആചാര്യ ഭഗവത്പാദര് ഭഗവത്ഗീതയുടെ ആ പ്രാധാന്യത്തെ മുഴുവൻ സംഗ്രഹിച്ച് പറഞ്ഞു, അല്ലെ? ഇതം ഗീതാശാസ്ത്രം സമസ്ത വേദാർത്ഥ സാരസംഗ്രഹഭൂതം. ഇത് ശങ്കരാചാര്യ പറഞ്ഞതാണ്, ഭാഷ്യത്തിൽ പറഞ്ഞതാണ്. എന്ത്? ഇതം ഗീതാശാസ്ത്രം സമസ്ത വേദാർത്ഥ സാര സംഗ്രഹഭൂതം എന്ന്. അപ്പോ ഗീതാശാസ്ത്രത്തെ പരിചയപ്പെടുന്ന നമ്മൾ ഒന്നാമതായിട്ട് ഓർമ്മിക്കേണ്ടത്, വേദമാണ് ധർമ്മമൂലം എങ്കിൽ ആ വേദത്തിന്റെ സാരമാണ് ഗീത. മനസ്സിലായോ? വേദമാണ് ധർമ്മമൂലമെങ്കിൽ ആ വേദത്തിന്റെ സാരസംഗ്രഹമാണ് നമ്മളിപ്പോൾ ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന ഭഗവത്ഗീത. അപ്പോ ഗീതാശാസ്ത്രം ഒന്ന് നല്ലവണ്ണം മനനം ചെയ്ത് ഉറപ്പിച്ചാൽ ഏത് പഠിച്ച പോലെയായി? ഏത്? വേദങ്ങളെയെല്ലാം പഠിച്ചതുപോലെയായി. മനസ്സിലായില്ലേ? കാരണം ആ വേദത്തിന്റെ മുഴുവൻ ഏറ്റവും ഒരു ചെറിയൊരു ചെപ്പിനുള്ളിൽ ഒതുക്കി തന്നിരിക്കുകയാണ് നമുക്ക് 700 ശ്ലോകങ്ങളിൽ. ഭഗവത്ഗീത കിഞ്ചിതധീത ഗംഗാ ജലലവ കണികാപീത സകൃതപിയേന മുരാരി സമർച്ച ക്രിയതേ തസ്യ യമേനെന്ന ചർച്ച. ആര് പറഞ്ഞു? ശങ്കരാചാര്യ സ്വാമികൾ ഭജഗോവിന്ദത്തിൽ പറഞ്ഞു, ഭഗവത്ഗീത കിഞ്ചിതധീത
ഗംഗാജലലവ കണികാപീത സകൃതപിയേന മുരാരി സമർച്ച ക്രിയതേ തസ്യ യമേന ന ചർച്ച. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. അപ്പൊ ഭഗവത്ഗീത കിഞ്ചിത് അധീത എന്നാണ്. മുഴുവൻ പഠിക്കണമെന്ന് പറഞ്ഞില്ല. ഭഗവത്ഗീത അല്പം അധ്യയനം ചെയ്താൽ തന്നെ പിന്നെ യമൻ നമ്മുടെ കാര്യം ചർച്ച ചെയ്യുന്നേ ഇല്ല. നമ്മളെ എഴുതിലേക്ക് വിട്ടോ, അവരൊക്കെ മോക്ഷത്തിന്റെ ലിസ്റ്റിൽ പെടുത്തി. കാരണം ഇത് മോക്ഷശാസ്ത്രമാണ് ഭഗവത്ഗീത. അപ്പോ ഈ പ്രപഞ്ചത്തില് ജീവിക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിന്റെ ലക്ഷ്യമെന്ത്, ആ ലക്ഷ്യത്തിലേക്ക് എത്തുവാനുള്ള മാർഗമെന്ത്, ഈ രീതിയിൽ അതിനെ ആഴത്തിൽ ചിന്തിച്ച് കണ്ടെത്തി ആ കണ്ടെത്തിയ കാര്യങ്ങൾ നമുക്ക് ഏറ്റവും സരളമായിട്ട് സംഗ്രഹ രൂപത്തിൽ നമുക്ക് പറഞ്ഞു തന്നു. ആ പരമപുരുഷാർത്ഥം, അതിൻ്റെ പേര് അങ്ങനെയാണ്. കാരണം ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, ഈ ധർമാർത്ഥ കാമ മോക്ഷങ്ങളിൽ പരമപുരുഷാർത്ഥം ഏതാ? മോക്ഷമാണ്. അപ്പൊ ആ പരമപുരുഷാർത്ഥത്തെ ബോധിപ്പിക്കുന്ന ഋഷീശ്വരന്മാര് ഇതിന്റെ മാർഗമായിട്ട് നമുക്ക് ധർമ്മത്തെ ഉപദേശിച്ചു. അപ്പൊ ഈശ്വര സാക്ഷാത്കാരം ലക്ഷ്യം, ധർമ്മം മാർഗം. ക്ലിയറായോ? ഈശ്വര സാക്ഷാത്കാരം ലക്ഷ്യം, മാർഗം ഏതാ? ധർമ്മം മാർഗം. അപ്പൊ മാർഗത്തില് വ്യതിചലിക്കാതെ അടിപതറാതെ മുന്നോട്ട് പോവുക. ആ ധർമ്മമാർഗം നമുക്ക് ആര് പറഞ്ഞു തന്നിട്ടുണ്ട്? നമുക്ക് മുൻപേ പോയ പൂർവ്വസൂരികൾ ഋഷീശ്വരന്മാര് പറഞ്ഞു തന്നിട്ടുണ്ട്. മഹാജനോ ഏനഗതസ്സ പന്ഥ, മഹാത്മാക്കൾ നമുക്ക് ആ മാർഗം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ മാർഗത്തിലൂടെ സഞ്ചരിച്ച് ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തുക. അതിനുള്ള വഴി ഏതാ? ധർമാചരണം. അപ്പോ ധർമാചരണം മാത്രമാണ് മോക്ഷമാർഗം. വ്യക്തമായില്ലേ? ധർമാചരണം മാത്രമാണ് മോക്ഷ മാർഗം. അപ്പോൾ ആ മോക്ഷമാർഗത്തിൽ അപ്പോ ധർമാചരണത്തിൻ്റെ വിഷയത്തിൽ പല പല പ്രശ്നങ്ങളും ഉണ്ടാവും. ധർമാചരണത്തിൻ്റെ മാർഗത്തിൽ പല പരീക്ഷണങ്ങൾ ഉണ്ടാവും, പല പല പ്രതിബന്ധങ്ങൾ ഉണ്ടാവും, പല പല പ്രലോഭനങ്ങൾ ഉണ്ടാവും. ഇങ്ങനെ പല പല പരീക്ഷണങ്ങളും പല പല പ്രതിബന്ധങ്ങളും പല പല പ്രലോഭനങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടാവും. അങ്ങനെ നമ്മൾ നേരിടേണ്ടി വരുന്നതായ പല പല പരീക്ഷണങ്ങളുടെയും പല പല പ്രതിബന്ധങ്ങളുടെയും പല 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 പ്രലോഭനങ്ങളുടെയും ഇടയിൽ നമ്മൾ ആ പ്രതിബന്ധങ്ങൾക്ക് മുൻപിൽ പകച്ചു പോകരുത്. ആ പ്രലോഭനങ്ങളിലൊന്നും നമ്മൾ വീണു പോകരുത്. അങ്ങനെ പകച്ചു പോയാൽ, പ്രലോഭനങ്ങൾക്ക് മുൻപിൽ പതറിപ്പോയാൽ നമുക്ക് നമ്മൾ ആചരിക്കേണ്ടുന്ന ധർമ്മം ആചരിക്കാൻ പറ്റാതെ പോകും. ഇവിടെയാണ് ഭഗവത്ഗീത. ഇതാണ് അർജുനന് സംഭവിച്ചത്. അപ്പോ അവരവരുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രലോഭനങ്ങളുടെ മുന്നിൽ പതറാതെ മുന്നോട്ട് പോകാൻ അവനവന്റെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായാലേ നമ്മൾ പഠിക്കുള്ളൂ. മനസ്സിലായില്ലേ? അവനവന്റെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള പല പല അനുഭവങ്ങളും വരുമ്പോഴാണ് നമ്മൾ ഇത് മനസ്സിലാക്കുക. അപ്പൊ അങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പ്രതിബന്ധങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് വഴികാട്ടിയായി ഈ പ്രതിബന്ധങ്ങളെയൊക്കെ തരണം ചെയ്യാൻ, നമുക്ക് ശരിയായ രീതിയിലുള്ള ഒരു മുന്നോട്ട് പോകാൻ ഏറ്റവും നല്ല ഉപദേശ ഗ്രന്ഥമാണ് ഭഗവത്ഗീത. അപ്പോ ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ, നേരത്തെ സമസ്ത വേദാർത്ഥ സാര സംഗ്രഹം എന്ന് പറഞ്ഞ പോലെ
മറ്റൊരു പദം നമുക്ക് പറയാവുന്നത് ധർമ്മബോധകം. ഗീതാശാസ്ത്രം ധർമ്മബോധകമാണ്. അപ്പോൾ ധർമ്മമാണ് വേദം ഉപദേശിക്കുന്ന മാർഗം എന്ന് പറഞ്ഞു. വേദസാരമായിട്ടുള്ള ഗീതയും ധർമ്മബോധകമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ സ്വന്തം ധർമ്മം ആചരിക്കുന്ന മാർഗത്തിലെ മനുഷ്യൻ നേരിടുന്നതായ പ്രതിബന്ധങ്ങളെ തരണം ചെയ്യാൻ, പരീക്ഷണങ്ങളിൽ വിജയിക്കാൻ, പ്രതിബന്ധങ്ങളെ തട്ടിമാറ്റാൻ, പ്രലോഭനങ്ങളിൽ പെട്ടുപോകാതെ മുന്നോട്ടു പോകാൻ കരുത്തു നൽകുന്ന ഒരു കരുത്തിൻ്റെ, ധീരതയുടെ സന്ദേശമാണ് ഭഗവത്ഗീത. അപ്പോ സ്വധർമാചരണ മാർഗത്തിൽ പകച്ചുപോയ അർജുനനെ നിമിത്തമാക്കിക്കൊണ്ട്, അർജുനൻ ഇവിടെ ഒരു നിമിത്തം മാത്രമാണ്. അപ്പൊ അങ്ങനെ ആ അർജുനനെ നിമിത്തമാക്കിയിട്ട് സർവലോകോപകാരാർത്ഥം ഭഗവാൻ നമുക്ക് ഉപദേശിച്ചു തന്ന ഭഗവത്ഗീത. ധർമാചരണത്തില് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്കിവിടെ അവസാനിപ്പിക്കാം. ധർമാചരണം വരുമ്പോൾ ചിദാനന്ദപുരി സ്വാമിജി പറയുന്ന ഒരു കാര്യമുണ്ട്. ധർമ്മം എന്ന് പറയുമ്പോൾ തന്നെ രണ്ട്: മുഖ്യധർമ്മവും ഗൗണധർമ്മവും. മുഖ്യധർമ്മവും ഗൗണധർമ്മവും. ഗൗണം എന്ന് പറഞ്ഞാൽ എന്താ? പ്രാധാന്യമില്ലാത്തത്. അപ്പോൾ ഏറ്റവും പ്രധാനമായ ധർമ്മവും അപ്രധാനമായ ധർമ്മവും. അപ്പോ ഈ ധർമ്മത്തെ വേർതിരിച്ച് മനസ്സിലാക്കണം. മുഖ്യധർമ്മം ഏതാണ്, എൻ്റെ മുഖ്യധർമ്മം ഏതാണ്, എൻ്റെ അമുഖ്യധർമ്മം അല്ലെങ്കിൽ ഗൗണധർമ്മം ഏതാണ് എന്ന് ഞാൻ തന്നെ വിചാരം ചെയ്ത് തിരിച്ചറിയണം. അപ്പം മാത്രമേ നമുക്ക് ധർമാചരണം സാധ്യമാവുള്ളൂ. കാരണം ഈ ഒരേ ഒരു ധർമ്മം തന്നെ മുഖ്യമാണോ ഗൗണമാണോ എന്ന് നിശ്ചയിക്കുന്നത് കാലവും ദേശവുമൊക്കെയാണ്. അങ്ങനെ കാലത്തിനനുസരിച്ചും ദേശത്തിനനുസരിച്ചും വ്യക്തിഭേദങ്ങൾക്കനുസരിച്ചൊക്കെ മാറുന്നതാണ്. അപ്പോൾ ചില സ്ഥലത്ത് മുഖ്യധർമ്മം ഗൗണധർമ്മമാവും, ചില സ്ഥലത്ത് ഗൗണധർമ്മം മുഖ്യധർമ്മമാവും. സ്വാമിജി പറയുന്ന ഒരു വളരെ പ്രസിദ്ധമായിട്ടുള്ള ഉദാഹരണമുണ്ട്. ഒരു അധ്യാപകൻ സ്കൂളിലെ മാഷ് ഏറ്റവും എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട ഇഷ്ടപ്പെട്ട മാഷ്. അതുവരെയും എല്ലാ കുട്ടികളെയും ഒരുപോലെ കണ്ട് അത്രയും കാര്യമായിട്ട് എല്ലാവരും ഒരുപോലെ പഠിപ്പിക്കുക. അതിനിടയിൽ മാഷിന്റെ മകൻ ആ സ്കൂളിൽ അഡ്മിഷൻ എടുത്തു, ആ ക്ലാസ്സിൽ വിദ്യാർത്ഥിയായി. അപ്പൊ ഇപ്പോ എല്ലാവരെയും പഠിപ്പിക്കുന്ന അധ്യാപകൻ. പക്ഷെ ആ കുട്ടികളുടെ കൂട്ടത്തിൽ ഒരാൾ ആരാ? തൻ്റെ മകനാണ്. അപ്പൊ തൻ്റെ മകനോട് ആ അധ്യാപകന് എന്തു തോന്നി? സ്വാഭാവികമായിട്ടും ഒരു മമത തോന്നി. മറ്റുള്ള വിദ്യാർത്ഥികൾ വേറെ, അതിൽ പ്രത്യേകിച്ച് ആരോടൊരു പ്രത്യേക ഇഷ്ടവും സ്നേഹവും കൂടുതൽ ശ്രദ്ധയും ആരോട്? മകനോട്. മനസ്സിലായില്ലേ? അതോടുകൂടിയിട്ട് ശരിക്കു പറഞ്ഞാൽ ആ അധ്യാപകൻ തൻ്റെ സ്വധർമ്മത്തിൽ നിന്നും വ്യതിചലിച്ചു. കാരണം ഒരധ്യാപകനെ സംബന്ധിച്ചിടത്തോളം അധ്യാപകൻ എന്നുള്ളതാണ് പ്രധാനം, അല്ലേ? അവിടെ പിതാവ് എന്നുള്ള, അച്ഛൻ എന്നുള്ള സ്ഥാനം അവിടെ ഗൗണമാണ്. മുഖ്യമേതാ? മുഖ്യൻ അധ്യാപനമാണ്. എല്ലാവരെയും ഒരുപോലെ ഒരേ ഭാവത്തിൽ പഠിപ്പിക്കുകയല്ലേ വേണ്ടേ? തൻ്റെ മകനോട് ഒരു പക്ഷപാതം പാടില്ല.
അപ്പോൾ സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ അധ്യാപനം മുഖ്യധർമ്മം. അതേ സമയത്ത് മകനോടുള്ള ആ ഒരു പിതൃവാത്സല്യം എന്നുള്ളത് അവിടെ ഗൗണമാണ്. പറഞ്ഞു മനസ്സിലായോ ഇല്ലയോ? മനസ്സിലായി. എന്നാൽ ഇതേ അധ്യാപകൻ തന്നെ വീട്ടിലെത്തിയാലോ? വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അവിടെ ഏതാ മുഖ്യധർമ്മം? പിതൃവാത്സല്യം, പിതൃഭാവം. ഞാനൊരു ഉദാഹരണമാണ് പറഞ്ഞത്. ഏതിന്? എന്താണ് മുഖ്യം, എന്താണ് ഗൗണം? അപ്പോ ധർമ്മബോധകമാണ് ഗീത. സർവ സമസ്ത വേദാർത്ഥ സാരസംഗ്രഹം എന്ന് പറഞ്ഞതുപോലെ തന്നെ ഗീതയ്ക്ക് മറ്റൊരു പേര് എന്ത്? ധർമ്മബോധകം. ആ ധർമ്മത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് നമ്മളിപ്പോ ഏത് പറഞ്ഞത്? മുഖ്യധർമ്മമെന്നും ഗൗണധർമ്മം എന്നും അവിടെ പറഞ്ഞത്. അപ്പോ സ്വധർമ്മ ആചരണത്തിന് എല്ലാ പ്രകാരത്തിലും ഒരുങ്ങിയ അർജുനൻ, ആ അർജുനൻ കുരുക്ഷേത്രത്തിൽ വന്നു, തൻ്റെ സ്വജനങ്ങളെ ഇരുപക്ഷത്തും കണ്ടു. അങ്ങനെ യുദ്ധോത്സുകരായിട്ട് അങ്ങനെ രണ്ട് ഭാഗത്തായിട്ട് നിലകൊള്ളുന്ന തൻ്റെ സ്വജനങ്ങളെ കണ്ടു. അപ്പോ ആ അർജുനന് ആ മമത്വഭ്രമം ആവേശിച്ചു. മമ മമ എന്ന ആ ഒരു ചിന്ത ആവേശിച്ചു. ഇതൊക്കെ എൻ്റെ ബന്ധുക്കളാണല്ലോ, ഈ ബന്ധുക്കളെയൊക്കെ ഞാൻ എങ്ങനെ കൊല്ലും? ഈ ബന്ധുക്കളെയൊക്കെ കൊന്നിട്ട് എനിക്ക് എന്തിനാണ്? കിം നോ രാജ്യേന ഗോവിന്ദ കിം ഭോഗേർ ജീവിതേനവ എന്നുള്ള ഒരു മമത്വഭ്രമം അർജുനനെ പിടികൂടി. ആ ഒരു എൻ്റെ ബന്ധുക്കളെ ഞാൻ എങ്ങനെ കൊല്ലും എന്നുള്ള ചിന്ത കൊണ്ട് വികലമാക്കപ്പെട്ട ധർമ്മബോധം. അപ്പോ യാതൊന്നാണോ മുഖ്യധർമ്മം, ആ മുഖ്യധർമ്മം ഗൗണധർമ്മത്തിലുള്ള ആഭിമുഖ്യം കൊണ്ട് ത്യജിക്കുവാൻ അർജുനൻ തയ്യാറാകുന്നു. ഗാണ്ഡീവം സംസദേഹസ്താത് ദേവദുശ്ച ശരീരേമേ രോമഹർഷശ്ച ജായത്തെ. തളർന്നു, അവശനായി. ഇങ്ങനെ മുഖ്യമായിട്ടുള്ള ധർമ്മത്തിൽ നിന്നും ഗൗണധർമ്മത്തിനോടുള്ള ആഭിമുഖ്യം കൊണ്ട് ആ മുഖ്യധർമ്മത്തിൽ നിന്നും പിന്തിരിയാൻ നിർബന്ധിക്കപ്പെടുന്ന, അല്ലെങ്കിൽ അതിന് വശംവദനായി പോകുന്ന അർജുനന്റെ കഥയല്ല ഇത് നമ്മുടെ കഥയാണ്. ഇത് വെറും ഒരു അർജുനന്റെ പരിസ്ഥിതിയാണോ, അവസ്ഥയാണോ? അല്ല. നമുക്കെല്ലാം നമ്മുടെ ജീവിതത്തിലെ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും ഉണ്ടാകും. അർജുനന് കുരുക്ഷേത്ര യുദ്ധമായിരുന്നു നിമിത്തം. പക്ഷെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വേറെ പല 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 സാഹചര്യങ്ങളും ഉണ്ടാകും. പക്ഷെ സ്ഥിതി സമാനമാണ്. അതുകൊണ്ട് ഈ ഒരു സന്ദർഭത്തിൽ കൃഷ്ണൻ നൽകുന്ന, ഭഗവാൻ നൽകുന്ന ആ കരുത്തിൻ്റെ ഉപദേശം, ആ മുഖ്യധർമ്മ ആചരണ പ്രേരണയുടെ ഉപദേശം, ഇതാണ് അർജുന മുഖ്യം, മറ്റേത് ഗൗണമാണ് എന്ന ആ ഒരു തിരിച്ചറിവിൻ്റെ ഉപദേശം, ആ ഒരു ഉപദേശമാണ് ഭഗവത്ഗീത. അതുകൊണ്ട് തന്നെ മാനവ സമൂഹത്തിന് ആകമാനം മാർഗദർശകമാണ്, വഴികാട്ടിയാണ് ഭഗവത്ഗീത.